ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിലയൻസിൻ്റെ പ്രധാനപ്പെട്ട ഡീലുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. റിലയൻസിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഡീലുകളെക്കുറിച്ച് ഞാൻ ആൾറെഡി പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് 2 ദിവസങ്ങളിൽ, അതായത് 12 നവംബർ 2020 അതുപോലെ തന്നെ 15 നവംബർ 2020 റിലയൻസ് വളരെ പ്രധാനപ്പെട്ട 2 ഡീലുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ ഡീലുകളെക്കുറിച്ചുള്ള കവറേജാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡീലുകളെക്കുറിച്ച് ഞാൻ ആൾറെഡി 2 മാസം മുമ്പേ, അതായത് റിലയൻസ് നെറ്റ് മെഡ്സ് എന്ന കമ്പനിയെ അക്വയർ ചെയ്തപ്പോൾ ഈ ഡീലുകളെക്കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. അന്ന് റിലയൻസ് ഏകദേശം 660 കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ ഓൺലൈൻ മാർക്കറ്റ് ഡെലിവറിംഗ് സെക്ടറിലെ ഓൺലൈൻ മെഡിസിൻ ഡെലിവറി സെക്ടറിലെ പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള നെറ്റ് മെഡിനെ അക്വയർ ചെയ്തത്. അതിന് മുൻപേ അത് അക്വയർ ചെയ്യാനുള്ള സിറ്റുവേഷൻ എന്തെന്ന് ചോദിച്ചാൽ, ആമസോൺ ഇന്ത്യൻ ഓൺലൈൻ മെഡിസിൻ ഡെലിവറി പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതിന് ശേഷമാണ് റിലയൻസ് ഓൺലൈൻ മെഡിസിൻ ഡെലിവറി പ്ലാറ്റ്ഫോമിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായ നെറ്റ് മെഡിനെ അക്വയർ ചെയ്തത്. ആ വീഡിയോ ചെയ്തപ്പോൾ മറ്റു പ്രധാനപ്പെട്ട റിലയൻസിൻ്റെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഡീലുകളെക്കുറിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ മിൽക്ക് ബാസ്ക്കറ്റ്, സിവാമേ, അർബൻ ലാഡർ തുടങ്ങിയ കമ്പനികളിലായിരിക്കും റിലയൻസിൽ ഇനി ഫർദർ ഡീൽസ് നടക്കാൻ പോകുന്നത് എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതിനുശേഷമാണ് ആ വീഡിയോയിൽ തന്നെ റിലയൻസ് ഫ്യൂച്ചർ റീറ്റെയിലുമായിട്ടുള്ള ഡീലിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. റിലയൻസ് ഫ്യൂച്ചർ റീറ്റെയിലുമായിട്ടുള്ള ഡീൽ ആൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഡീൽ കോൺട്രവേഴ്സറി ആണെങ്കിലും റിലയൻസ് ഡീലിലെത്തുവാൻ വിജയിച്ചിരിക്കുന്നു. ഇനി ഇന്നലെ നടന്നത്, അതായത് 15 നവംബർ 2020 റിലയൻസ് അർബൻ ലാഡർ എന്ന കമ്പനിയുമായിട്ടുള്ള ഡീലിലാണ് എത്തിയത്. ഡീലിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി നമ്മൾക്ക് ഡീലിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. റിലയൻസിൻ്റെ ഒരു റീറ്റെയിൽ വിങ് ആയിട്ടുള്ള RRVL, അതായത് റിലയൻസ് റീറ്റെയിൽ വെഞ്ചർ ലിമിറ്റഡ്, ഈ കമ്പനി അർബൻ ലാഡർ എന്ന ഓൺലൈൻ റീറ്റെയിൽ ഫർണിച്ചർ ഡെലിവറിംഗ് കമ്പനിയുടെ 96% സ്റ്റേക്കാണ് അക്വയർ ചെയ്തത്. ഇത് ഏകദേശം 182.12 കോടി രൂപ, അല്ലെങ്കിൽ $24.4 മില്യൺ ഈ കമ്പനി അതായത് അർബൻ ലാഡർ എന്ന കമ്പനിയെ റിലയൻസ് ഇൻഡസ്ട്രീസ് അക്വയർ ചെയ്തത്. നമ്മളിപ്പോൾ കാണുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രധാനപ്പെട്ട ഡീലുകൾ നടക്കുന്നതെല്ലാം റിലയൻസ് റീറ്റെയിൽ വെഞ്ചർ ലിമിറ്റഡ് അല്ലെങ്കിൽ റിലയൻസ് റീറ്റെയിൽ എന്ന ബ്രാൻഡിന് താഴെയാണ്. ഇതിനു മുൻപ് നമ്മൾ ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഡീലുകളെല്ലാം റിലയൻസിൻ്റെ ജിയോയിലാണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ജിയോയിലാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം ജിയോയിൽ ഇൻവെസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട പല കമ്പനികളും, അതായത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്രധാനപ്പെട്ട പല കമ്പനികളും വീണ്ടും റിലയൻസ് റീറ്റെയിലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഓവറാൾ എല്ലാ സെക്ടറുകളിലും റിലയൻസ് അതിൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകാം. അത് ഓൺലൈൻ ഗ്രോസറി ഡെലിവറി സെക്ടർ ആയാൽ കൂടിയും, കൂടാതെ ഇലക്ട്രോണിക് സെക്ടർ ആയാൽ കൂടിയും, ഏത് സെക്ടർ ആയാൽ കൂടിയും, അതായത് ഡൈവേഴ്സിഫൈഡ് ബിസിനസ്, പ്രത്യേകിച്ചും ഓൺലൈൻ അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇനേബിൾ ചെയ്തുകൊണ്ടുള്ള ബിസിനസ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം റിലയൻസ് അതിൻ്റെ ഡിജിറ്റൽ ടെക്നോളജി പ്ലാറ്റ്ഫോമായ ജിയോയെ ഒരുപാട് ബലപ്പെടുത്തി. അതിനുവേണ്ടി ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് റിലയൻസ് സ്റ്റേക്ക് സെല്ലിങ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അതിനുശേഷം ജിയോയുടെ ടെക്നോളജി ബേസ്ഡ് റീറ്റെയിൽ ഇൻവെസ്റ്റിംഗ് എന്ന ഒരു പുതിയ ആശയമാണ് റിലയൻസ് മുന്നോട്ട് വെച്ചത്. ആ ആശയത്തിലൂന്നിയ ബിസിനസ്സാണ് റിലയൻസ് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഡീലിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 96% സ്റ്റേക്കാണ് ഇപ്പോൾ അക്വയർ ചെയ്തത്. ബാക്കിയുള്ള സ്റ്റേക്ക് കൂടി അക്വയർ ചെയ്യും എന്ന് പറയുന്നു. അതിനുള്ള ഫൈനൽ ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡിസംബർ 2023 ഇത് കൂടാതെ റിലയൻസ് 750 മില്യൺ റുപ്പീസ് ഈ ഓൺലൈൻ ഫർണിച്ചർ ഡെലിവറി കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ കൂടിയുണ്ട്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ബിസിനസ്, അതായത് റിലയൻസ് റീറ്റെയിലിൻ്റെ കീഴിലുള്ള ഫർണിച്ചർ ഡെലിവറി ബിസിനസ് കൂടി എക്സ്പാൻഡ് അല്ലെങ്കിൽ ഫ്ലറിഷ് ആകാനുള്ള നല്ലൊരു പ്രോബിലിറ്റി കാണുന്നുണ്ട്. ഇനി റിലയൻസിൻ്റെ പ്രീവിയസ് ഡീലുകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് റിലയൻസ് ജിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം വീണ്ടും റിലയൻസ് റീറ്റെയിലിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം $20 ബില്യൺ റീറ്റെയിൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾക്ക്
ജിയോ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കാണാൻ സാധിച്ചത്. ഇനി അതിനോടടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ എക്സ്പാൻഷൻ വരുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്താണ് ഇപ്പോൾ റിലയൻസ് റീറ്റെയിലിൻ്റെ സൈഡിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾക്ക് റിലയൻസ് നടത്താൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരാം. അതായത് 12 നവംബർ 2020 ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്തു വന്നത്. ബിൽ ഗേറ്റ്സിൻ്റെ കമ്പനിയായ മൈക്രോസോഫ്റ്റിൻ്റെ കീഴിലുള്ള BEV അഥവാ ബ്രേക്ക് ത്രൂ എനർജി വെഞ്ചർ എന്ന കമ്പനിയിലാണ് റിലയൻസ് $50 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്നത്. ഈ $50 മില്യൺ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ, അതായത് ബ്രേക്ക് ത്രൂ എനർജി വെഞ്ചറിൻ്റെ 5.75% ക്യാപിറ്റലാണ് വരുന്നത്. ഇനി ബ്രേക്ക് ത്രൂ എനർജി വെഞ്ചർ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിസർച്ചും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളതുമായ ഒരു ഫീൽഡാണ് ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജി. ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിലും ക്ലീൻ എനർജി അല്ലെങ്കിൽ ഗ്രീൻ എനർജി സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായ അദാനി ഗ്രീൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ 30 രൂപയിൽ നിന്നും ആ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ 1000 രൂപ എന്ന റേഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അദാനി ഗ്രീനിൻ്റെ ടോട്ടൽ ബിസിനസ് പ്ലാനുകളെക്കുറിച്ചും അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിനെ കുറിച്ചും നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിളുമാണ്. ഇനി അതായത് അദാനി ഗ്രീൻ എനർജി പോലുള്ള ഒരു ഗ്രീൻ എനർജി സൊല്യൂഷൻസിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് BEV അഥവാ ബ്രേക്ക് ത്രൂ എനർജി സൊല്യൂഷൻസ്. ഇത് കൂടാതെ ഇത് അഗ്രികൾച്ചർ ടെക്നോളജിയെ കൂടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, റിലയൻസിൻ്റെ കോർ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് O2C ബിസിനസ്സാണ്, ഓയിൽ ടു കെമിക്കൽ സെക്ടർ ബിസിനസ്സാണ്. കൂടാതെ ഈ സെക്ടറിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ് റിലയൻസ്. അതുകൂടാതെ റിലയൻസ് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതും ഓയിൽ ബിസിനസ്സിൽ നിന്നാണ്. വരുന്ന കാലങ്ങളിൽ ഓയിൽ ബിസിനസ്സിൽ നിന്നും ലോകം ക്ലീൻ എനർജി സെക്ടറിലേക്ക് മാറാനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. ആ പ്രോബബിലിറ്റി മുന്നിൽ കണ്ടാണ് റിലയൻസ് ക്ലീൻ എനർജി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഇൻ്റർനാഷണൽ കമ്പനികളുമായി ഡീലിലെത്തുന്നത്. ഇത് ഫ്യൂച്ചറിൽ റിലയൻസിന് ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒരു ഡീലായിരിക്കും. അതുപോലെ തന്നെ ഇത് സ്റ്റോക്കിൻ്റെ പ്രൈസിലും ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടാക്കാം. റിലയൻസിൽ സംഭവിച്ച ഈ പ്രധാനപ്പെട്ട ഡീലുകളുടെ ഇമ്പാക്റ്റ് നമ്മൾക്ക് റിലയൻസിൻ്റെ വരുന്ന ആഴ്ചയിലെ സ്റ്റോക്ക് പ്രൈസിൽ കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ റിലയൻസ് ഏകദേശം 25% ഡെലിവറിയാണ് ഈ സ്റ്റോക്കിൽ നടന്നത്. സ്റ്റോക്കിൻ്റെ വൺ ഡേ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ ആയ 2300 രൂപ റേഞ്ചിൽ നിന്നും റിലയൻസിൽ അല്പം കറക്ഷൻ സംഭവിച്ച് റിലയൻസ് ഇപ്പോൾ ഏകദേശം 2000 രൂപ റേഞ്ചിൽ എത്തിയിരുന്നു. അതായത് 1850 രൂപ റേഞ്ചിൽ ലാസ്റ്റ് വീക്കിൽ റിലയൻസ് എത്തിയായിരുന്നു. അതിനുശേഷം സൗദി അരാംകോ ഡീൽസിനെ കുറിച്ചുള്ള ചില ന്യൂസുകൾ വന്നു. സ്റ്റോക്കിൽ വീണ്ടും മൊമെൻറ്റം പിക്കാവുന്ന കാഴ്ചയാണ് കണ്ടത്. ആ മൊമെൻറ്റം സ്റ്റോക്കിനെ അതിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയ 20-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന റേഞ്ചിൽ എത്തിച്ചു. അതായത് 2000 രൂപ റേഞ്ചിൽ എത്തിച്ചു. ഇപ്പോൾ ആ റേഞ്ചിൽ കൺസോൾട്ടേഷനാണ്. റേഞ്ചിൽ 25% ഡെലിവറി നടക്കുന്നുണ്ട്. അതിനർത്ഥം പുതിയതായ ആളുകൾ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ ന്യൂസുകളുടെ ഇമ്പാക്റ്റ് വരുമ്പോൾ നമ്മൾക്ക് റിലയൻസ് ഏത് ലെവൽ വരെ എത്താനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ടെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, റിലയൻസ് ഇപ്പോൾ അതിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ടുള്ള 2000 രൂപ റേഞ്ചിലാണ്. അവിടെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചാണ്. ലാസ്റ്റ് 4 ട്രേഡിംഗ് സെഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷനാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും ഈ ന്യൂസിൻ്റെ, അതായത് ഈ പോസിറ്റീവ് ന്യൂസിൻ്റെ ഒരു അപ് ട്രെൻഡ് ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ സ്റ്റോക്ക് ഏകദേശം 2150 രൂപ റേഞ്ച് വരെ മിനിമം പോകാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. മാർക്കറ്റിൽ ഇപ്പോൾ നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങിനും പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയും സംഭവിക്കാം. അതല്ലെങ്കിൽ ഇതുവരെയുള്ള ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ന്യൂസ് സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാനാണ് സാധ്യത. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.